ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് ഒരു സ്കേർട്ടിന് ഇടാൻ പറ്റിയ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമ്മൾ മെയിനായിട്ട് പട്ടുപാവാടയ്ക്കും കൂടെ ഇടാവുന്ന രീതിയിലാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ അജ്രക് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 1.5 മീറ്ററാണ് ഇതും ഇതിൻ്റെ ലൈനിങ് കോട്ടൺ ലൈനിങ്ങും എടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുപോലെ കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഞാനൊന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് നീളത്തിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തു. ഇനി നമുക്ക് 7 ഇഞ്ച് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ആ ഒരു ഷോൾഡർ മാർക്ക് ചെയ്തെടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്കായിട്ട് നമ്മുടെ കൈക്കുഴി എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 7 ഇഞ്ചാണ് കൈക്കുഴി മാർക്ക് ചെയ്യുന്നത്. ഇപ്പം ആ ഒരു വരച്ച പോയിന്റിലേക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 9.5 ഇഞ്ചും കൂട്ടത്തിൽ 1 ഇഞ്ച് സീം അലവൻസും കൂടെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് താഴത്തേക്ക് ഇതുപോലെ 13 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ ഒരു പോയിന്റിലേക്ക് നമ്മുടെ ഷേപ്പിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 8.5 ഇഞ്ചും കൂട്ടത്തിൽ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെയാണ് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ ഫുൾ ഇറക്കം പ്ലസ് ഒരു ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുക. അതായത് 22 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ആ ഒരു പോയിന്റിലേക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 10 ഇഞ്ചും കൂട്ടത്തിൽ 1 ഇഞ്ച് സീം അലവൻസും കൂടെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് ഇനി എല്ലാം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കൈക്കുഴി ഒന്ന് വരച്ചു കൊടുക്കണം. അതിനായിട്ട് ഈ ഒരു പോയിന്റിലേക്ക് 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു കേർവ് ഇതുപോലൊരു ചെറിയ കേർവ് നമുക്ക് വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 പീസായിട്ട് മാറ്റിയെടുത്തിട്ട് നമുക്ക് ഒരു പീസിലേക്ക്, ഞാനിപ്പോൾ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് നമ്മുടെ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നെക്കിന് വിഡ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചും ലെങ്ത് എടുക്കുന്നത് 7.5 ഇഞ്ചുമാണ്. കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിൽ നിന്ന് 5.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് കോളമായിട്ട് വരച്ചിട്ട് ഈ ഒരു 5.5 നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് ഈ ഒരു അറ്റത്തേക്ക് ഇതുപോലൊരു കർവ് വരച്ച് കൊടുക്കാം. നമ്മളിവിടെ വെറൈറ്റി ഒരു നെക്കാണ് ട്രൈ ചെയ്യുന്നത്. അതിനാണിങ്ങനെ നമ്മളൊരു കർവ് വരച്ചു കൊടുത്തു. ഇനി ആ ഒരു പോയിൻറ്റിൻ്റെ അവിടുന്ന് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചെരിച്ച് മുകളിലേക്ക് ഇതുപോലെ ചെരിച്ചും വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സൈഡിലെ നെക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ട്രേസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു നെക്ക് കിട്ടും. അതിന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അടിച്ചു കൊടുത്താൽ മതി. അന്നേരത്തേക്കും ഇവിടെ നമുക്ക് ആ ഒരു നെക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നമുക്കിതുപോലെ വരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിനി ബാക്ക് പോർഷൻ്റെ നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനും നമ്മൾ 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് താഴത്തായിട്ട് ഒന്നുകൂടെ 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് എത്ര എടുക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 3.5 ഇഞ്ചാണ് നെക്കിന് ലെങ്ത്ത് എടുക്കുന്നത്. അപ്പം നമ്മുടെ ഇതും ഒരു കോളം പോലെ ഒന്ന് ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് നമ്മുടെ നെക്ക് ഡിസൈൻ ഇതിന് ഉള്ളിലേക്ക് വരച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ സാധാ ഒരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളിതുപോലെ ഒരു 1.5 ഇഞ്ചിൽ ഇതുപോലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കർവ് വരച്ചു കൊടുത്തു. ഇതും നമുക്ക് ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം ഇപ്പുറത്തെ സൈഡിലേക്ക്. അതിന് മുമ്പ് നമുക്ക് സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 2 ടാപ്പ് അടിച്ച് ഒന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെക്ക് ഇപ്പുറത്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കടുപ്പിച്ച് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിതിന് ബാക്ക് പോർഷനിൽ സിബാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. ഈ ഒരു വരച്ചിരിക്കുന്നതിൻ്റെ ഇപ്പുറത്തെ വരെയാണ് നമ്മുടെ സെൻറ്റർ. അപ്പോൾ ആ ഒരു സെൻറ്ററിൽ കൂടെ ഒന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കണം. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ, അതായത് നമ്മുടെ നല്ല തുണിയിൽ ഫ്രണ്ടും ബാക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മുടെ ഈ ഒരു ലൈനിങ് പീസ് ഒരു പീസ് ഒന്ന് വെച്ച് കൊടുത്തു. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം, ഫ്രണ്ടും ബാക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇങ്ങനെ നമുക്ക് നീളത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു പീസ് ഇതുപോലെ എടുത്തു. അതിൻ്റെ നല്ല വശത്തിന് മുകളിലേക്ക് നമ്മുടെ ഈ ഒരു ലൈനിങ് പീസ്, നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് പീസ് നല്ല വശത്തിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു നെക്ക് ഇത്രയും ഭാഗം ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഞാൻ അത് അടിച്ചെടുത്തിട്ട് നമുക്ക് എക്സസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. ചെറിയ ചെറിയ ഞുറുകൾ വിട്ടുകൊടുത്തു. നമ്മൾ എന്നിട്ടിത് മറിച്ചെടുക്കുകയാണ്. നമ്മുടെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചെടുത്തു കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കർവിങ് ഒക്കെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു കർവ്, അതൊക്കെ ഇതുപോലെ പയ്യെ ഒന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു നെക്ക് ഡിസൈൻ കിട്ടും. ഇപ്പം ഞാൻ ഇതുപോലെ വലിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് ആ ഒരു അറ്റം വരെയും നമുക്ക് പതിച്ചടിച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ ഇതുപോലെ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് പോർഷനിൽ ഇതുപോലെ നമ്മുടെ നല്ല തുണിയുടെ മുകളിലേക്ക്, നല്ല വശത്തിന് മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട്
ഈ ഒരു നെക്ക് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഞാൻ എന്താ ഇതുപോലെ നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സെൻറ്റർ ലൈനിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒരു ലൈനും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മളിവിടെ സിബ്ബ് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബാക്ക് പോർഷനിൽ. ആ സിബ്ബ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ മേളിൽ നിന്ന് താഴത്തേക്കാണ് ഓപ്പണിംഗ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ തിരിച്ചിട്ട് താഴേന്ന് മേളിലേക്ക് ഇതുപോലെ താഴേന്ന് മേളിലേക്കുള്ള രീതിയിലാണ് നമ്മൾ ഓപ്പണിംഗ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്പുറത്തും ഇപ്പുറത്തൂടെ ആ ഒരു സെൻറ്റർ ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൂടെ നമുക്കിതുപോലെ അടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ എന്താ ഇതുപോലെ സെൻറ്റർ ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ വരച്ചിരുന്ന ആ ഒരു വരയിലൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ പിന്നൊക്കെ കുത്തിയിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്റ്റെബിലൈസ് ആയിട്ട് അത് ഇരുന്നോളും. അപ്പോൾ നമുക്ക് അടിക്കാനും നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ ഇത് അടിച്ചെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു ഫ്രണ്ട് പോർഷൻ ദാ ഇതുപോലെ നമ്മുടെ ഈ ഒരു നല്ല വശത്തിന് നമ്മുടെ ബാക്ക് പോർഷൻ്റെ ഇതുപോലെ ഈ ഒരു ലൈനിങ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഒരു സൈഡ്. എന്നിട്ട് അതൊന്ന് അടിക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു സൈഡ് ഇതുപോലെ ഈ ഒരു സൈഡിലെ ഈ ഒരു ലൈനിങ് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അത് വെച്ചൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഉള്ളിലെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിതാ ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മുടെ ഈ ഒരു സെൻറ്റർ ലൈൻ നമ്മൾ ആദ്യം വരച്ചില്ലേ, ആ ഒരു സെൻറ്റർ ലൈനിലൂടെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇപ്പുറത്ത് അടിച്ചിരിക്കുന്നതിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്, സെൻറ്ററിൽ കൂടെ തന്നെ കട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ സെൻറ്റർ ലൈൻ കട്ട് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഇതൊന്ന് നേരെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അറ്റത്തിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെ വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ടോപ്പ് സ്റ്റിച്ച് അതായത് നമ്മുടെ പതിച്ചടിച്ച് കൊടുക്കണം ഈ ഒരു താഴെ വരെയും. അപ്പോൾ അതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പം നമ്മളിതാ ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് നമ്മൾ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു താഴെ വശത്തിൽ നിന്ന് മുകളിലേക്ക് ഇതുപോലെ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡിലും നമ്മൾ ഒരുപോലെ 1 ഇഞ്ച് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തിടത്തൂടെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കണം. ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് നമ്മൾ സിബ്ബ് വെക്കുമ്പോഴത്തേക്കിന് അടിവശം ഒന്ന് മടക്കി അടിക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ സിബ്ബ് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. നീളം നമ്മൾ ഈ ഒരു താഴേന്ന് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഒന്ന് മടക്കി അതിനെ ഒന്നുകൂടെ മടക്കി ഈ ഒരു ലൈനിൻ്റെ അത്രയും ഭാഗം നമ്മളിങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇത്രയും മടക്കി വെച്ച് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സിബ്ബ് വെച്ച് കൊടുക്കണം. ഈ താഴ്വശം നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സിബ്ബ് മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് അടിച്ചെടുക്കാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാണ് നമ്മളിപ്പോൾ താഴെ ഈ ഒരു 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കാനായിട്ട് ഒരു പടി പോലെ ഇതുപോലെ ഈ ഒരു സൈഡും മടക്കി കൊടുത്തിട്ട് നമുക്കിത് സിബ്ബ് വെച്ച് കൊടുക്കണം. നമ്മൾ സിബ്ബ് വെച്ച് കൊടുക്കുമ്പോൾ മോൾ വശത്ത് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ അവിടെ നല്ല വൃത്തിക്കിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു 2 ഭാഗവും കൂടെ ഇങ്ങനെ ഒന്ന് കൂട്ടി പിടിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ ഒന്ന് ജസ്റ്റ് ശകലം ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു നെക്ക് കട്ടിങ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ ഇരുന്നോളൂ. ഇപ്പം നമ്മളിതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സിബ്ബ് വെച്ച് കൊടുത്തു. നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ ശകലം ഭാഗം ഇതുപോലെ മടക്കി അടിച്ചു കൊടുത്തു. പിന്നെ താഴ്വശത്ത് നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ വരെ ഇതുപോലെ മടക്കി വെച്ച് കൊടുത്ത് സിബ്ബ് അതിനുള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാനായിട്ട് ഞാനിതുപോലെ ഒരു ബാലൻസ് തുണി ഉണ്ടായിരുന്നു, ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി അതിനെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 2 സ്ലീവ്സും ഒരുപോലെ ഒരുമിച്ച് കട്ട് ചെയ്യാവുന്ന രീതിയിൽ അപ്പോൾ ഇതുപോലെ മടക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തണം. ഞാൻ ചെറിയൊരു പഫ് സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ലെങ്ത്താണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഞാനിവിടെ 12 ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് വേണ്ടിയത് സ്ലീവിന്. അപ്പോൾ ആ ഒരു 12 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. പിന്നെ പഫ് സ്ലീവിനായിട്ടൊരു 3 ഇഞ്ചും കൂടെ, അപ്പം മൊത്തം 15 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ താഴ്വശത്ത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി ഈ താഴേന്ന് മുകളിലോട്ട് നമ്മുടെ ആ 12 ഇഞ്ചില്ലേ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടേക്ക് നമ്മുടെ കൈക്കുഴിയുടെ അളവ് 7 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് 9 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് താഴെ ആ ഒരു വരച്ച പോയിന്റിൽ നിന്ന് താഴത്തേക്ക് 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു 12 ഇഞ്ച് വരച്ച ഈ ഒരു പോയിന്റിൽ നിന്നും ഇതുപോലൊരു കർവ് ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഇതുപോലെ കർവ് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് 3 ഇഞ്ച് തന്നെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 3 ഇഞ്ചാണ് നമ്മൾ പഫിന് കൊടുക്കുന്നത്. ഇനി നമ്മൾ 9 ഇഞ്ചിൻ്റെ ഹാഫ് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ കർവ് ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് താഴത്തെ ആ ഒരു പോയിന്റുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മളിതാ ഇതുപോലെ ആ ഒരു പഫ് സ്ലീവിൻ്റെ കൈ ഒന്ന് സെറ്റാക്കി. ഇനി ഈ താഴ്വശത്ത് കൈയുടെ വണ്ണം 5.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ 2 പീസും ഇതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരുമിച്ച് മടങ്ങിയിരുന്ന ഭാഗമായിട്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വിടാം. അപ്പോൾ നമ്മുടെ 2 സ്ലീവ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറിയ ചെറിയ പഫ് ഇട്ട് കൊടുക്കണം. നമ്മൾ ആ ഒരു 4.5 ഇഞ്ചിൻ്റെ ഒരു ചെറിയ ഒരു പോയിൻ്റ് വരച്ചില്ലേ, ഈ ഒരു പോയിൻറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ആ ഒരു പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിൻറ്റിൻ്റെ ഒരറ്റം തൊട്ട് അങ്ങേയറ്റം വരെയാണ് നമ്മൾ പഫ് ഇട്ട് കൊടുക്കുന്നത്. ദാ ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ ചെറിയ ചെറിയ ചുരുക്കുകൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇപ്പുറത്തെ ആ ഒരു വര വരെ നമുക്ക് ചെറിയ ചെറിയ ചുരുക്കിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ദാ ഇതുപോലെ ചെറിയ 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 ചുരുക്കുകൾ പയ്യെ 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 ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ 2 സ്ലീവ്സും ഇതാ ഇതുപോലെ പഫ് ആയിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ ഷോൾഡർ ജോയിനിങ് ഇല്ലേ, ആ 2 ടോപ്പിൻ്റെയും ആ ഒരു ജോയിനിങ്, ഷോൾഡർ ജോയിനിൻ്റെ അവിടേക്ക് നമ്മളിതുപോലെ നല്ല വശവും ചേർത്ത് വേണം വെക്കാനായിട്ട്. നമ്മളിപ്പോൾ ഈ മേളിൽ കാണുന്നത് ചീത്തവശമാണ്. ആ ഒരു സെൻറ്റർ പോർഷൻ അവിടേക്ക് ആ ഷോൾഡർ ജോയിനിങ്ങിൻ്റെ പോയിന്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരറ്റത്തിൽ നിന്ന് ദാ ഇവിടെ വരെ അടിച്ചെടുക്കാം. അതിൻ്റെ നടുക്കിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ടും അടിച്ചെടുക്കണം. സാധാരണ നമ്മൾ സ്ലീവ് വെക്കുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ താഴ്വശം നമുക്കൊന്ന് 1/2 ഇഞ്ച് മടക്കി ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തും അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴ്വശം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഈ ഒരു താഴ്വശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചെടുക്കണം. കൂടെ തന്നെ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് ഫുൾ ബോഡി ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു കൈയുടെ 2 സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരറ്റത്തിൽ നിന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് താഴെ വരെയും ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ടോപ്പ് ഫുള്ളായിട്ട് ഫിനിഷ് ആവും നമ്മുടെ സ്റ്റിച്ചിങ്. അപ്പം നമ്മുടെ ടോപ്പ് ദാ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നാളെയാണ് ഓണപ്പരിപാടി. അപ്പം ഞാൻ ആ ഓണപ്പരിപാടിക്ക് ഇട്ടേക്കുന്ന കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. സംഭവം എന്തായാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ടിഷ്യൂ പട്ടുപാവാടയുടെ കൂടെയാണ് ഞാൻ ഇടാനിരുന്നത്. പക്ഷേ അതിനെക്കാട്ടിലും നന്നായിട്ട് ഞാൻ പണ്ട് തയ്ച്ച ധാവണിയുടെ പാവാടയോടെയാണ് ഇത് സംഭവം ചേരുന്നത്. അപ്പം ആ ഒരു ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.